സുഹൃത്തുക്കളെ, ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയായിട്ടുള്ള BJP ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ BJP ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയെക്കുറിച്ച് ഒരല്പം സമഗ്രമായി പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു സീറ്റിൽ അവർ വിജയിച്ചിരിക്കുന്നു. എത്ര തെരഞ്ഞെടുപ്പുകളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് 2009, 2014, 2019 ആ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അവർ ശ്രമിച്ചു. അതിനിടയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ഒരു സ്ഥലത്ത് ജയിച്ചു. 2021 വലിയ മുന്നേറ്റം നടത്തി വിചാരിച്ചു, ഉള്ളതും കൂടെ പോയി. അങ്ങനെ തകർന്ന് അടിഞ്ഞു നിൽക്കുന്ന BJPക്ക് വലിയൊരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അവരുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, സുരേഷ് ഗോപി ജയിച്ചു. പക്ഷേ സുരേഷ് ഗോപിയുടെ ജയം മാത്രമല്ല, BJP വലിയ ഇൻറോഡ്സ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്. 13-14% വോട്ടുണ്ടായിരുന്നത് 17-18% വോട്ടിലേക്ക് അവർ വർദ്ധിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രബല പാർട്ടിയായിട്ടുള്ള CPMൻ്റെ വോട്ട് ബാങ്കിലേക്ക് BJP വലിയ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPMൻ്റെ ഹൈന്ദവ വോട്ട് ബാങ്കിലേക്ക് BJP വലിയ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് UDFൻ്റെ വോട്ട് ഷെയർ 20-11 മണ്ഡലത്തിൽ കുറഞ്ഞു. CPMൻ്റെ വോട്ട് ഷെയർ 20-14 മണ്ഡലത്തിൽ കുറഞ്ഞു. എന്നാൽ BJPയുടെ വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പിൽ വെറും 3 മണ്ഡലങ്ങളിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പത്തനംതിട്ടയിൽ 28% 25% കുറഞ്ഞു. മലപ്പുറത്തെ 8 നിന്ന് 7.87% കുറഞ്ഞു. ചാലക്കുടിയിൽ 15 നിന്ന് 11% കുറഞ്ഞു. ആ 3 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം BJP വർദ്ധിപ്പിച്ചു എന്നുള്ളത് ചെറിയ കാര്യമാണോ എന്നാലോചിച്ച് നോക്കൂ. അതിൽ 3 മണ്ഡലങ്ങളിൽ 10%-ലധികം വോട്ട് ഷെയർ BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം അവർ നടത്തിയിട്ടുള്ളത് ആലപ്പുഴ എന്ന് പറഞ്ഞ CPMൻ്റെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ട, തിരുവിതാംകൂറിലെ CPMൻ്റെ ചുവപ്പ് കോട്ടയായിട്ടുള്ള ആലപ്പുഴയിലാണ് BJP ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് എന്നുള്ളത് CPMനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. അവിടെ 11.06% വോട്ടാണ് BJPയുടേത് വർദ്ധിച്ചത്. അവിടെ CPMും BJPയുമായി ഏതാണ്ട് 50,000-ലധികം വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 3,40,000 വോട്ടാണ് അവിടെ CPMന് കിട്ടിയതെങ്കിൽ അവിടെ BJPക്ക് കിട്ടിയത് 2,99,000 വോട്ടുകളാണ്. അടുത്ത പ്രധാനപ്പെട്ട മുന്നേറ്റം BJP ഉണ്ടാക്കിയത് എവിടെയാണ്? ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ 10.08% വോട്ടാണ് 2019 അപേക്ഷിച്ച് BJPക്ക് കൂടിയത്. 2024 ആറ്റിങ്ങലിൽ BJPയുടെ വോട്ട് ഷെയർ 31.64% ആണെങ്കിൽ LDFനും UDFനും 33% വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ. ചില്ലറ വോട്ടിൻ്റെ കുറവിൽ മാത്രം 30%-ൽ കൂടുതൽ വോട്ട് അവിടെ അവർ പിടിച്ചില്ല. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ 2 മണ്ഡലങ്ങളിൽ 10%-ൽ കൂടുതൽ, ആലത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചുവപ്പ് കോട്ടയിലും 10%-ൽ കൂടുതൽ വോട്ട് അവർ നേടിയിരിക്കുന്നു. 10.08% ആലത്തൂരിൽ. ആറ്റിങ്ങലിൽ 10.08% അല്ല, ആറ്റിങ്ങലിൽ 6.1%, ആലത്തൂരിൽ 10.08%. അതായത് ആറ്റിങ്ങലിൽ 3,11,779 വോട്ടാണ് ആറ്റിങ്ങലിൽ BJP ഇത്തവണ നേടിയത്. അത് 2019 2,40,000 ആയിരുന്നു. അവിടുന്ന് 3,11,000. ആലത്തൂരിൽ 2019 80,000 ചില്ലാനമായിരുന്നുവെങ്കിൽ അത് 2024 ആയപ്പോൾ 1,86,000 അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം, ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം, അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റം. തിരുവനന്തപുരത്ത് അവരുടെ വോട്ട് ഷെയർ അവർ 4.2% കണ്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് 35.5% വോട്ടാണ് BJPക്കുള്ളത്. എന്ന് മാത്രമല്ല, ഈ മധ്യ തിരുവിതാംകൂറിലെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വലിയ കടന്നുകയറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. ആലത്തൂരിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം
അത്യഭൂതപൂർവമായിട്ടുള്ള വളർച്ചയിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. ഈ വളർച്ച നമ്മൾ എടുത്തു നോക്കി, ഈ വളർച്ചയെ നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ചാൽ വടക്കൻ കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം 2.4 ആയിട്ടാണ് വർദ്ധിച്ചത് വടക്കൻ കേരളത്തിൽ. മധ്യ കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം 2.1% കണ്ടാണ് ഉയർന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം 5.6% കണക്കിൽ വർദ്ധിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ വലിയ തോതിലുള്ള വർധന, അതും CPMൻ്റെ കോർ വോട്ട് ബാങ്കായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് ഈ വർധന. എന്നാൽ നമ്മൾ പ്രധാനമായി കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ വോട്ട് വർധന എങ്ങനെയാണ് ഉണ്ടായത്? ഇത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളിലൂടെ ആണോ അവർ ഈ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുള്ളത്? ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടാണ് ഈ വോട്ട് വർധന? അല്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തെറ്റായിട്ടുള്ള ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായി കിട്ടിയിട്ടുള്ളൊരു നെഗറ്റീവ് വോട്ടാണിത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട. ഇതൊരു പോസിറ്റീവ് വോട്ടല്ല, ഇതൊരു നെഗറ്റീവ് വോട്ട്. പ്രതിപക്ഷവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷത്തിനും LDFനും വോട്ട് കുത്താൻ താല്പര്യമില്ല എന്ന് കണ്ടുകൊണ്ട് ഭൂരിഭാഗം ഇടതുപക്ഷ അണികളും ആ ഒരു വിരോധം തീർക്കാൻ വേണ്ടി BJPക്ക് ചെയ്ത വോട്ടാണിത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വോട്ടല്ല ഈ വോട്ട് എന്നുള്ളത്. പക്ഷേ ഇത് നെഗറ്റീവ് വോട്ടാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോട്ട് തന്നെയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായി ഉണ്ടാക്കിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലാണ്. വടക്കൻ കേരളത്തിലെ ആലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പരിക്ക് പറ്റിയിരിക്കുന്നത് CPMനാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നോക്കിയാൽ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് വോട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.